ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ആ ആഗ്രഹം യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടും ഹെൽത്തിയോടും കൂടി ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്കിന്ന് നോക്കാം. നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയുന്നതിന് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നെ വരുന്നതിന് സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സിലെ എനർജി. താങ്ക് യു ഈ കാർഡിലേക്ക് യൂണിവേഴ്സിൻ്റെ എനർജി വന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. 6 of Wands, 4 of Pentacles, 9 of Cup, നല്ല എനർജി ആണെന്നറിയത്തില്ല. 10 of Cup, Page of Cup, ഓക്കെ. 6 of Wand, 6 of Sword, 6 of Cup, ഓക്കെ. ഓവറോൾ എനർജി King of Sword. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 6, 4, 9, 10, 1, 11. 6 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. 6 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ജൂൺ മാസം, ഏപ്രിൽ മാസം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറും വന്നിട്ടുണ്ട്. ഓക്കെ. ലിയോ ചിങ്ങം, കാപ്രിക്കോൺ മകരം, പൈസീസ് മീനം, പൈസീസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അക്യൂരിയസ് മകരം വന്നിട്ടുണ്ട്. സ്കോർപിയോ വൃശ്ചികം വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിലെ നമ്പേഴ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലൂസ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യവുമായിട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യം റെസണേറ്റ് ആകുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ക്ലൂസുകൾ ചില സമയത്ത് വരും, ചിലപ്പം അതിൽ കാണത്തില്ല. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് വാൻസ് വന്നിരിക്കുന്നത്? സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും ഉണ്ടായിരുന്നിടത്തേക്ക് ഒരു ഡെവിളിൻ്റെ കടന്നുകയറ്റം ഉണ്ടായി നിങ്ങളുടെ റിലേഷനെ അവസാനിച്ച് ഡെവിൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് 2 of കപ്പിൻ്റെ എനർജിയിലേക്ക് കടന്നുപോയി. അവരുടെ ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് അവർ കരുതി അവർ കൊണ്ടുപോയി. ഈ ഒരു സമയത്ത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് വിഷമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. ഒരു സാമ്പത്തിക ബാലൻസിങ് അവിടെ ലഭിക്കുന്നില്ല. ഒരുപാട് പണനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അപ്പം ആ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും, ഒന്നെങ്കിൽ വീടില്ല, അല്ലെങ്കിൽ വീട്ടിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളിലും അവിടെ ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയി. ഇപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള വഴക്കും ബഹളവും കരച്ചിലുമാണ് സാമ്പത്തികത്തിൻ്റെ പേരിൽ. അങ്ങോട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 9 of കപ്പ്? നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു അതൊരു ഫുൾഫിൽമെൻ്റ് ആണെന്നും നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹവും കെയറും തേർഡ് പാർട്ടി ചെയ്യുന്നു. തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടൊക്കെ അവർ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നും ആ ഒരു റിലേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റവും മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് ഒരുപാട് നൽകുമെന്നും അതാണ് അവരുടെ ജീവിതത്തിൻ്റെ തുടക്കമെന്നും ഒക്കെ വിചാരിച്ചു. ഇതുവരെ ജീവിച്ചതല്ല, ഇനി തേർഡ് പാർട്ടിയോടൊപ്പം ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി സെലക്ട് ചെയ്ത് ഒരു നല്ലൊരു ഫാമിലിയാണ്. അതാണ് അവരുടെ ഫാമിലിയും, അതാണ് അവരുടെ ലോകവും, ദൈവം അനുഗ്രഹിച്ച് തന്ന റിലേഷൻ അതാണെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയുണ്ടായി. ഓക്കെ. ഇപ്പോൾ പക്ഷേ അത് ചെന്നതിന് ശേഷം അവർക്ക് ലഭിച്ചത്, അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത രീതിയിൽ ഏത് ഭാഗത്തു നിന്നും ബ്ലോക്ക് ചെയ്യുന്ന രീതിയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. നിങ്ങളുടെ പേഴ്സൺ അതൊരു ഹാപ്പി ഫാമിലി ആയിട്ടും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആയിട്ടൊക്കെ കരുതി വിശ്വസിച്ച് ഓടിപ്പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഭയങ്ങളാണ് വരുന്നത്, മാനസികമായി തളർത്തുന്ന അവസ്ഥകൾ. ഒരു വിധത്തിലും നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മാനസിക സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു വിധത്തിലും മാനസിക സപ്പോർട്ട് ലഭിക്കുന്നില്ല. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ തളർത്തുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും സന്തോഷിക്കുവാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല. ഒരുപക്ഷെ തേർഡ് പാർട്ടിയും ഫാമിലിയും ഒക്കെ കൂടെ കാണുമായിരിക്കാം, അവരോടൊപ്പമൊക്കെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിലും അവർക്കതുപോലെ ഒന്ന് സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അഫർമേഷൻ ചെയ്യുകയാണ്. ജീവിതത്തിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിനും തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്ത് ചില പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പേഴ്സൺ സ്നേഹവും കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ അടുത്തോട്ട് പോകരുത്. ഒരു സമയവും മെസ്സേജും കാര്യങ്ങളും ഹാപ്പിനെസ്സും എല്ലാം തേർഡ് പാർട്ടിക്ക് തന്നെ തരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി അവരുടെയിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മറ്റെങ്ങോട്ടും കടന്നു പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും ഗ്രോത്തും എല്ലാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹിച്ച് അവർ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ചില വ്യക്തികൾ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബേർഡൻ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവർക്കുമല്ല. അവർക്ക് അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ഇപ്പം ഒരു പൂർണ്ണചന്ദ്രൻ്റെ ദിനങ്ങളല്ല, ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള ദിനങ്ങളാണ്. തേർഡ് പാർട്ടിയെ വിട്ടു പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒരുപാട് എക്സ്പെൻസ് ആകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തെങ്കിൽ മാത്രമേ ഒരു റിലേഷൻ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ അങ്ങോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, തിരിച്ചൊന്നും ലഭിക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് തിരിച്ചൊന്നും ലഭിക്കുന്നില്ല. തേർഡ് പാർട്ടിയുടെ കയ്യിൽ പണമെല്ലാം പോകുന്നതല്ലാതെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് യാതൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്. ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിച്ച് വന്നതാണെങ്കിൽ കിട്ടിയത് മുഴുവനും സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമാണ് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്കോ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് മുമ്പേ അറിയാവുന്ന വ്യക്തികളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്നുള്ള വ്യക്തി തന്നെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിനടുത്ത് താമസിക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കൂടെ പഠിച്ചതോ ജോലി സ്ഥലത്തോ ഉള്ള വ്യക്തിയായിരിക്കാം. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. മാനസികമായിട്ടും ഒക്കെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അവരിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റ് ജ്യോതിഷനും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അവരിൽ നിന്ന് വിട്ടുപോകരുത്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരിക്കലും അകന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. പേഴ്സൺ ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകരുത് എന്നുള്ള ശക്തമായ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻഷനിലൊന്നുമല്ല. ചില വ്യക്തികൾ ഒരുപാട് പ്രശ്നത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്നുള്ള കാര്യം ഇല്ല. പക്ഷേ മറ്റു ചില വ്യക്തികളുടെ ലൈഫിൽ ഒരുവിധം നല്ല രീതിയിൽ തന്നെയാണ് റിലേഷൻഷിപ്പ് പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പ്രാവശ്യവും മജീഷ്യൻ്റെ കാർഡും ഡെവിളിൻ്റെ കാർഡും ഒക്കെ വന്നിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പിരിച്വലായിട്ടുള്ള വേയിൽ കൂടി പോയി നിങ്ങളിലേക്ക് ഒരിക്കലും പേഴ്സൺ തിരിച്ച് വരരുത് എന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം തേർഡ് പാർട്ടിയും പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. നിങ്ങളുടെ പേഴ്സണ് ഈ സമയത്ത് തേർഡ് പാർട്ടിയോട് എന്താണ് എന്നുള്ളതും കൂടി ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് ഈ ഒരു സമയം തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്? ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. അവർക്ക് വേണോ വേണ്ടേ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. എന്തെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന് തുടങ്ങണം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊന്ന് തുടങ്ങണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 2 വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്, ക്യാപ്രിക്കോൺ വന്നിട്ടുണ്ട്, സ്പൈസീസ്, ഏരീസ് വന്നിട്ടുണ്ട്. ഓക്കെ, മകരം വന്നിട്ടുണ്ട്, മീനം വന്നിട്ടുണ്ട്, മേടം വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തൻ്റെ ജോലിയിലേക്ക് മാത്രമാണ് ശ്രദ്ധ. തേർഡ് പാർട്ടിയിലോട്ട് ഇപ്പോൾ ശ്രദ്ധ വയ്ക്കുന്നില്ല. അവരേത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, സെൽഫ് ലവ് ചെയ്യുന്നതിനും ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ബൗണ്ടറി വയ്ക്കുകയാണ്. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ സ്പേസ് എടുക്കുകയാണ്.
മുന്നോട്ട് പോകുന്നതിനും എടുക്കുന്നതിനും എല്ലാം കുറേ ബ്ലോക്കേജ് വയ്ക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഇത് ടവറിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം പേഴ്സൺ ഒന്നാമത് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് നിർത്തണോ വേണ്ടേ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടിയെക്കുറിച്ചാണ്. തേർഡ് പാർട്ടിയിലോട്ട് ഇപ്പോൾ ശ്രദ്ധയൊന്നുമില്ല. സ്വന്തം കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്. സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട്. അപ്പം സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അവയർനെസ്സും എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർ ഇന്നർ വോയിസ് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നർ വോയിസൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് ഒരു ബൗണ്ടറിയൊക്കെ തേർഡ് പാർട്ടി ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്ന് തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് നിങ്ങളുടെ പേഴ്സണും അതിൽ നിന്ന് മാറുകയാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ വരുന്നുണ്ട്. 10 ഓഫ് സോഡിൻ്റെ എനർജി വരുന്നുണ്ട്. ടവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പേഴ്സണ് മനസ്സുകൊണ്ട് അത്രയ്ക്ക് താല്പര്യം തേർഡ് പാർട്ടിയോടില്ല. തേർഡ് പാർട്ടി ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് മാത്രമാണ് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള എനർജി എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്? നിങ്ങളോടുള്ള എനർജി എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി, വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പ്രതി എന്ത് എനർജിയിലാണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഉള്ളത്? ചില കേസും കാര്യങ്ങളുമായിട്ട് ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു കപ്പിൻ്റെ എനർജി ഈ ഒരു സമയത്ത് കാണുന്നില്ല. ചില വ്യക്തികൾ കപ്പിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ എല്ലാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ടവറാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ടവർ സംഭവിച്ചിരിക്കുന്നു. കേസും കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിലെ ഫുൾഫിൽമെൻറ്റ് നിങ്ങളാണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളോടുള്ള വാശിയുടെ മേലിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ബേസിലോ എടുത്തിട്ടുള്ളതായിരിക്കും തേർഡ് പാർട്ടി. പക്ഷേ നിങ്ങളെന്ന് പറയുന്നതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും സന്തോഷവും യൂണിവേഴ്സ് ബ്ലെസ്സിങ്ങും എല്ലാം നിങ്ങളിലായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് ടവറായിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കപ്പിൻ്റെ എനർജിയല്ല, കുറച്ചുകൂടി ആലോചിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. എന്താണ് വേണ്ടത്? ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വീശിയതിന് ശേഷം ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് മുഴുവനും കുറേ പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ചില കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള റീഡിങ്ങിൽ. ഓക്കെ, ചില കേസുകൾ, വഴക്കുകൾ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് വ്യക്തികളെ കാണാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ അഡ്വക്കേറ്റിനെ മറ്റുമായിരിക്കാം. അഡ്വക്കേറ്റിനെ കാണുകയോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഓപ്പണിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടവർ ആയിരിക്കുന്നത് ഒന്ന് മാറ്റുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ശ്രദ്ധ കൊടുക്കുന്നില്ല. ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നതാണ്. ക്യൂരിയസും സ്പൈസീസും വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫാമിലി അവരെന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ടവർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ മറ്റ് ചില വ്യക്തികളെ കാണുന്നുണ്ട്. ഒന്നുകിൽ പൂജയും കാര്യങ്ങളും അല്ലെങ്കിൽ ജ്യോതിഷന്മാരെ ആയിരിക്കും കാണുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി ജീവിതത്തിലുണ്ടായിരിക്കുന്ന ടവറിനെ മാറ്റണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ മുഖേനയോ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ 10 ഓഫ് സോഡിൻ്റെ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട്. നിങ്ങളോടാണ് അവർക്ക് ഒരുപാട് സ്നേഹം. തേർഡ് പാർട്ടിയോട് സ്നേഹമില്ല. സിറ്റുവേഷൻ ബേസിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെന്ന് പറയുന്നത് ഒരു മദറിങ് കെയറിങ് ആണെന്ന് നിങ്ങളുടെ പേഴ്സണ് അറിയാം. നിങ്ങളിൽ നിന്ന് മാത്രമാണ് അവർക്ക് സർവ്വതും ലഭിച്ചിട്ടുള്ളത്. സമാധാനമാണെങ്കിലും സ്നേഹമാണെങ്കിലും എല്ലാം ലഭിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. പക്ഷേ നിങ്ങളില്ലാത്ത ഈ ഒരു സമയം അവർക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ അറിയാം. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്തതുപോലെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് സ്നേഹമോ സമയമോ നിങ്ങൾക്ക് തന്നിട്ടില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ അവരെ ചതിച്ചു എന്ന്. നിങ്ങൾക്ക് തന്ന സ്നേഹമോ സമയമോ ഒന്നും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു നന്ദിയുടെ കുറവ് നിങ്ങൾ കാണിച്ചു, നന്ദിയില്ലായ്മ നിങ്ങൾ കാണിച്ചു എന്ന് നിങ്ങളുടെ പേഴ്സണാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളങ്ങനെ ചെയ്തു എന്നല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് നന്ദിയില്ലാത്ത വ്യക്തിയായി മാറി എന്നാണ്
കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുപാട് നാൾ പരിചയമുള്ള വ്യക്തിയായിരിക്കും. ഒരുപാട് നാൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ച് മുന്നോട്ട് പോവുകയും നല്ല കൂട്ടുള്ള വ്യക്തികളായിരുന്നായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ ഇല്ല, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കുകയാണ്. മാനസികമായിട്ടാണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ ശാരീരികമായിട്ടാണെങ്കിലും അവരിപ്പം നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത വണ്ണം അവരുടെ കണ്ണും കൈയും എല്ലാം കെട്ടി ഓവർ തിങ്കിങ്ങിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ സ്നേഹം തിരിച്ച് നിങ്ങൾ തന്നതിനൊന്നും സ്നേഹം തിരിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ച് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 10 ഓഫ് കപ്പ്, ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. സ്പൈസീസാണ് വന്നിരിക്കുന്നത്, മീനം രാശിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്ട്രെങ്ത് എടുക്കണം, നിങ്ങളുടെ റിലേഷനെ നേരെയാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇനി ജീവിതത്തിൽ ഒരുപാട് സ്ട്രെങ്ത് എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കുറേ തെറ്റുകളുണ്ട്, അവരുടെ മറ്റ് ചില ഫേസുകളുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച് മറ്റൊരു ഫേസിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഫേസുകളെല്ലാം മാറ്റണം. നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മോഷ്ടിച്ചു എന്ന്, സമാധാനം, സ്നേഹം അല്ലെങ്കിൽ സാമ്പത്തികമായ പല കാര്യങ്ങളും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വിശ്വസിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഒരു വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. എന്തായിരുന്നാലും ഒരു സമയത്ത് ഇതെല്ലാം നേരെയായി വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വിജയം നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നതെന്ന് നോക്കട്ടെ. നിങ്ങളുടെ റിലേഷൻ ഈ ഒരു സമയത്ത് ഫുള്ളായിട്ട് സ്റ്റോപ്പായിരിക്കുന്ന അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. എല്ലാ വ്യക്തികളുമല്ല, ചില വ്യക്തികളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ടവർ വന്നു കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലേ എന്നറിയത്തില്ല. രണ്ട് വ്യക്തികളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ട് സ്ഥലത്തായിട്ട് ടവർ സിറ്റുവേഷനിലാണ്. ഒരുപാട് നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പേഴ്സൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഒരിക്കലും ആരും തകർക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പിരിക്കപ്പെട്ടു, രണ്ട് സ്ഥലത്തേക്ക് തള്ളി ഇടപ്പെട്ടു. ഒരു അഗ്നിയാണ് ഇതിൻ്റെ മുകളിലേക്ക് പതിച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്ക് എനർജിയുടെ ശക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് നശിപ്പിച്ചുകൊണ്ട് മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സുകളായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. ആ വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ടവർ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മോശമായ രീതികൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ കുറേ കാര്യങ്ങൾ അവർ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയാക്കുകയും നിങ്ങളുടെ ഇടയിൽ സംശയവും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവരികയും ചെയ്തു. ഒരു ഐസൊലേഷനായിട്ടുള്ള ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായത് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഫേസ്ബുക്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവരൊന്നും അറിയാത്തത് പോലെയാണ് അവർ നിൽക്കുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെയും പിരിച്ച് ഒരു ഐസൊലേഷനിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട്, ആരെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങൾ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളിൽ നിന്നുള്ള സ്നേഹങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചു. ഒരു ഡെവലിനെ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചു, നിങ്ങളെ നശിപ്പിച്ചു, നിങ്ങളെ രണ്ടുവിനെയും രണ്ട് പാത്രമാക്കി മാറ്റി. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആരാണെന്നും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആരാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കിയ വ്യക്തി, എന്തിനാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടോ എന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസും പേഴ്സണുമായിട്ടൊരു ന്യൂ ബിഗിനിങ് സാധ്യമാകുന്നു. ഈ ഒരു സമയത്ത് കുറച്ച് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുമായിട്ട് അടികൂടിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത്. ഒരു ന്യൂ ബിഗിനിങ് സാധ്യമാകുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസും പേഴ്സണും തമ്മിലുള്ള ഒരു ന്യൂ ബിഗിനിങ് സാധ്യമാകുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു ന്യൂ ബിഗിനിങ് സാധ്യമാകുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോഴും നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്ത് വെയിറ്റിങ്ങിലാണ്. ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് ഈ ഒരു സമയത്ത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കുറച്ച് പ്ലാനിങ് നടക്കുകയാണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് വിചാരിക്കുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന അടിയും വഴക്കും, തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, കുറേ ചോദ്യങ്ങൾ, അതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതും അല്ലെങ്കിൽ തട്ടിക്കളഞ്ഞ സ്നേഹവും ഒക്കെ ഓർക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിന് സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ചില ബ്ലാക്ക് മാജിക്കും അല്ലെങ്കിൽ ചില പ്രാർത്ഥനയും ചില എനർജികളും, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ എനർജികളുമെല്ലാം നിങ്ങളിലേക്കുള്ള സ്നേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കപ്പാണ്. ആ കപ്പെന്ന് പറയുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് എവിടെയായിരുന്നാലും ഒരു അമ്മ ഫിഗറാണ് വരുന്നത്. പ്രായം കുറവാണെങ്കിലും കുട്ടികളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ സ്നേഹത്തെ തകർത്ത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ന്യൂ ബിഗിനിങ് സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഒരിക്കലും സന്തോഷത്തിൽ പോകരുത്. നിങ്ങളെപ്പോഴും ഈ റിലേഷൻ എപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ നിൽക്കണമെന്നും പെയിൻ സിറ്റുവേഷനിൽ തന്നെ നിൽക്കണമെന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ തേർഡ് പാർട്ടി. അതുകൊണ്ട് ഇപ്പം ഇതിൽ വന്നിരിക്കുന്നതിൽ യാതൊരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആകുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. എന്താണ് ഇതിൻ്റെ പരിഹാരങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓക്കെ, എന്തൊക്കെ തന്നെയാണെങ്കിലും ഏത് എനർജിക്കാണെങ്കിലും അതിനൊക്കെ ഒരു കാലതാമസമുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് യൂണിവേഴ്സ് അനുവദിച്ചാൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തരുന്ന മെസ്സേജ് കൂടി നമുക്ക് എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് എന്താണ് ഈ എനർജിയെ സംബന്ധിച്ച് പറയാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതൊരു പക്ഷേ നിങ്ങളുടെ എനർജിയും ആകാം. പേഴ്സണിനോ നിങ്ങളോ പറയുകയാണ്, എന്നെ സംശയിക്കരുത്, ഞാൻ നിങ്ങളുടേത് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ തേർഡ് പാർട്ടി ഇതിനിടയിൽ ചില സംശയങ്ങൾ പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണോട് പറയുന്ന എനർജി ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ എന്നെ സംശയിക്കരുത്, ഞാൻ നിങ്ങളുടേത് മാത്രമാണെന്ന് നിങ്ങളുടെ പേഴ്സണോട് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഇത് നിങ്ങൾ സംശയിക്കുന്നുണ്ട് പറയുന്നതായിരിക്കാം. അവർക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീല് തോന്നുന്നു എന്നാണ് ഈ ഒരു സമയം പറയുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. പക്ഷേ എന്ത് ചെയ്യാം, ഫീല് തോന്നുന്നെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരാത്തവണ്ണം തേർഡ് പാർട്ടി തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന മിസ്റ്റേക്കുകളെല്ലാം നമുക്കത് മാറ്റിയിട്ട് നമുക്ക് പുതുതായിട്ടൊരു സ്നേഹം രണ്ടു പേർക്കും കൂടി തുടങ്ങാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാധ്യതകൾ തേർഡ് പാർട്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ് ഇതെല്ലാം, സോളിൻ്റെ ആഗ്രഹങ്ങളാണ് ഈ പറയുന്ന മെസ്സേജുകൾ. പക്ഷേ തേർഡ് പാർട്ടി അത് തടഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങളതൊന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നല്ലതായിരിക്കും. അവർ വിചാരിക്കുന്നു ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പാസ്റ്റിനൊരു ചേഞ്ച് വന്നിരുന്നെങ്കിൽ, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. പറഞ്ഞു പോയ കാര്യങ്ങളുണ്ട്, പ്രവർത്തിച്ചു പോയ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ. ഓക്കെ, അവർക്ക് ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തെയോ നിങ്ങളെയോ മാറ്റാൻ കഴിയില്ല, ഒരിക്കലും മറന്നു കളയാൻ കഴിയില്ല എന്ന് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. നിങ്ങളോട് സ്നേഹം അത്രയ്ക്ക് അവർക്ക് വലുതാണ്. അവർ മറ്റേത് സ്നേഹത്തിൻ്റെ കൂടെ പോയിരുന്നാലും ശരി തന്നെ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം വലുതാണ്. അവർക്കറിയാം നിങ്ങൾ അവരെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എന്തൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ ഇതിൽ വീഡിയോ കാണുന്നതായിട്ടുള്ള ചില വ്യക്തികളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അവരെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന്. അത് തേർഡ് പാർട്ടിയുടെ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ചിലപ്പം കൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു വെച്ചിട്ടുള്ളതായിരിക്കാം. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ യൂസ് ചെയ്തതാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നീ തിരിച്ചു വരണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ മരിച്ചു പോകുന്നത് പോലെയാണ് എനിക്ക് ഫീല് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഇതാണ് പറയുന്നത്. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ശവമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. നിങ്ങൾ
അവർ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതലാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമോ, നിങ്ങൾ പേഴ്സണിന് വേണ്ടി നിൽക്കണമോ എന്നുള്ള കാര്യം ജനറൽ റീഡിംഗ് വെച്ച് നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് വേണം വിലയിരുത്താൻ. പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് വിചാരിക്കരുത്. കാരണം പേഴ്സണൽ റീഡിംഗ് എടുക്കാറില്ല. ഓക്കെ, ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒരിക്കലും പേഴ്സണൽ റീഡിംഗ് എടുക്കാറില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട്, ടാറോ റീഡ്സിൽ ഒരുപാട് ആൾക്കാർ റീഡ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമോ നിൽക്കണമോ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അപ്പം അല്ലാതെ നിങ്ങൾ പൊതുവായിട്ടുള്ള റീഡിങ് കണ്ടിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.